നവംബർ മാസം 23-ാം തീയതി വീണ്ടും പെൻഡക്കോസ്റ്റ് എന്ന പേരിൽ ചാത്തന്നൂരിൽ നടത്തിയ മീറ്റിംഗിന്റെ അവസാനത്തെ ദിവസത്തിലെ ഓയിൽ അനോയിന്റിങ് ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു ആത്മീക അനുഭവമായിരുന്നു. ഒരു ഉയർന്ന ആത്മീക അന്തരീക്ഷവും ഒരു ഉയർന്ന അളവിലെ ആത്മസാന്നിധ്യവും നൂറുകണക്കിന് ആളുകളുടെ സൗഖ്യങ്ങളും വിടുതലും കണ്ട ഒരു മീറ്റിംഗ് ആയിരുന്നു ഈ പോയ ദിവസങ്ങളിൽ നടന്ന മീറ്റിംഗ്. വിശേഷാൽ ധാരാളം ടെസ്റ്റിമണീസ് ഞങ്ങൾക്ക് ലഭിക്കാനിടയായി തീർന്നു. ലൈവിൽ കണ്ടുകൊണ്ടിരുന്ന പല വീടുകൾക്കകത്തും രോഗികൾ സൗഖ്യമാവുകയും ഭൂതങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു സർവീസ് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഞങ്ങൾ ഒന്ന് പ്രൈവറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. കാര്യം ആത്മതലങ്ങളിൽ എല്ലാം വിശ്വസിക്കാത്ത ആളുകൾക്ക് ഒരു പക്ഷേ അത് അംഗീകരിക്കാൻ പറ്റാത്ത കാരണത്താൽ, എന്നാൽ ധാരാളം ആളുകൾ ആ വീഡിയോ ചോദിച്ച കാരണത്താൽ എഡിറ്റ് ചെയ്തൊരു വേർഷൻ ഞങ്ങൾ ഈ വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉയർന്ന തലം നിങ്ങൾക്ക് അതിൽ കൂടെ അനുഭവിക്കുവാനും നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാനും ഈ ദൂത് നിങ്ങളെ സഹായിക്കും. ഈ സന്ദേശത്തിന്റെ അവസാനം നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ഒരല്പം എണ്ണ എടുത്ത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ വീട്ടിലൊരു രോഗി ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ സ്ട്രക്കായി കിടക്കുന്ന ആരെങ്കിലും ആത്മീയമായോ ഭൗതികമായോ ശാരീരികമായോ വൈവാഹികമായ ബന്ധത്തിലോ ഒക്കെ സ്ട്രക്കായി കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി ആ വ്യക്തിയുടെ മേൽ ഈ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളൊരു വലിയ അത്ഭുതം കാണാൻ പോവുകയാണ്. നിങ്ങളുടെ ലാൻഡ് ശപിക്കപ്പെട്ട ഒരു ദേശമാണ്, ഒരു മുന്നേറ്റവും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ഈ സന്ദേശത്തിന്റെ അവസാനം അല്പം ഉപ്പെടുത്ത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ വസ്തുവിന്റെ മേലിടുക. ദൈവം നിങ്ങളുടെ ആത്മമണ്ഡലത്തെ ശുദ്ധീകരിക്കാൻ പോകുന്നു. ഒരു മുന്നേറ്റം ദൈവം നിങ്ങൾക്ക് നൽകിത്തരാൻ പോകുന്നു. നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒരു ആത്മീക വിടുതൽ ആവശ്യമായിരിക്കുന്ന ആളുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പരിശുദ്ധാത്മാവ് ഒരു വലിയ പകർച്ച ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളുടെ മേൽ അയക്കട്ടെ. ഇതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും തൈലാഭിഷേക ശുശ്രൂഷയുടെ പുറകിലെ ദൈവിക പ്രവചന കാഴ്ചപ്പാടുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. അതല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ തൈലാഭിഷേകത്തിന്റെ തിയോളജി, ദൈവശാസ്ത്രത്തെക്കുറിച്ച് ഞാൻ ലളിതമായി ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉപരി ഇതൊരു പ്രവചന സന്ദേശമാണ്. ഞാൻ നിങ്ങളെ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനകത്തിരിക്കുന്ന ഓരോ വാക്കുകളും നിങ്ങളുടേതായി സ്വീകരിക്കുക, മറ്റാർക്കും കൊടുക്കേണ്ട. ആമേൻ പറയുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. God bless you. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. 23-ാം സങ്കീർത്തനം കൂടെ ഞാൻ വായിക്കുന്നു. 23-ാം സങ്കീർത്തനം കൂടെ വായിക്കാൻ പറ്റുന്നവർ വായിക്കുക. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം എന്നെ നീതി പാതകളിൽ നടക്കുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അടുത്ത വാക്ക് എല്ലാവരും ചേർന്ന് വായിക്കും. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞാൻ എന്തിനാ ഈ വാക്യം വായിച്ചെന്നറിയാമോ? ഈ സങ്കീർത്തനവും നിങ്ങളിൽ ചിലരുമായിട്ട് പേഴ്സണലി ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്ന മണിക്കൂറുകളായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അടുത്ത എത്ര സമയമാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പ്രവചനത്തിന്റെ അന്തരീക്ഷം ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. കാണാൻ ആരും നിൽക്കരുത്, കേൾക്കാൻ ആരും നിൽക്കരുത്. വായികൾ തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിച്ചോണം. ഈ ചർച്ചിന്റെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ, സഹോദരിമാർക്കിടയിൽ വോളണ്ടിയേഴ്സ് ആയുള്ള ആളുകൾ, ആമേൻ, അവർ സഹോദരന്മാർ ഈ അന്തരീക്ഷത്തിൽ, ആമേൻ, ഞാൻ പറയാം, എന്തോ ഹെവി ആയത് സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. ആരെങ്കിലും ഒക്കെ പറ ആമേൻ, ആമേൻ, ആമേൻ. എന്തും സംഭവിക്കുന്ന ഒരു അന്തരീക്ഷമാണെന്ന് പറ. എന്തും സംഭവിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കാര്യം ദിസ് ഈസ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് റിവൈവൽ. ചേർന്ന് ഹല്ലേലൂയ പറയാമോ? ഇതൊരു അഭിഷേകത്തിന്റെ അന്തരീക്ഷമാണ്. ഓയിൽ അനോയിന്റിംഗ് എന്നൊരു വാക്ക് ദൈവം എന്നോട് പറഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത് 23-ാം സങ്കീർത്തനവും
ചിലരുമായിട്ട് കൂട്ടിമുട്ടാൻ പോകുന്നു. ചിലരെ ഇന്ന് പകൽ ചില സ്വസ്ഥതയുള്ള വെള്ളത്തിനരികിലേക്ക് അവൻ നടത്താൻ പോവുകയാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടെ കേറി പോകുന്ന ചിലതിനോട് ഇന്ന് ഞാൻ പറയുന്നു, നിനക്കൊന്നും പറ്റത്തില്ല. കാര്യം നിന്റെ തലയുടെ മേൽ ഇന്ന് പകലൊരു പുതിയ എണ്ണ വീഴും. ഇതൊരു അന്തരീക്ഷം, ഇതൊരു ഉയർന്ന നിലയിലേക്ക് കാര്യങ്ങൾ തിരികെയാണല്ലോ. വായ്കൾ തുറന്ന് കാണാനിരിക്കാത്തവർ, കേൾക്കാനിരിക്കാത്തവർ, പ്രാപിക്കാനിരിക്കുന്നവർ മാത്രം. ഇന്നത്തെ ദൂത് ആർക്കും കൊടുക്കരുത്. ഇന്നത്തെ ദൂത് നിങ്ങൾ വ്യക്തിപരമായി പിടിക്കണം. ഇന്നത്തെ ദൂത് നിങ്ങൾ വേറെ ഒരാൾക്കും കൊടുക്കരുത്. ഇന്നത്തെ അടുത്ത മിനിറ്റുകളിൽ ഇവിടെ സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ സ്വകാര്യ സന്ദേശങ്ങളായി മാറണം. ഞാൻ പറയുന്നു, അടുത്ത 10-20 വർഷങ്ങൾ ഓടാനുള്ളത് ചിലതിന്റെ മേൽ വീഴും. ഒരു ദിവസത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, 2 ദിവസത്തെ കാര്യമല്ല. അടുത്ത 10-20 വർഷങ്ങൾ ഓടുവാനുള്ളത് ചിലതിന്റെ മേൽ വീഴാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ ആ വാക്യം പ്രാവചനികമായ ഈ അന്തരീക്ഷത്തിൽ വിളിച്ചു പറയുകയാണ്. എന്റെ കൂടെ ആമേൻ പറയാൻ പറ്റുന്നവരെല്ലാം പറഞ്ഞോണം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. ഇന്നു മുതൽ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികിലേക്ക് അവൻ എന്നെ നടത്തും. എന്റെ പ്രാണൻ, എന്റെ സ്പിരിറ്റിന്റെ അകത്തിന്ന് പകരം തണുപ്പ് വ്യാപരിക്കും. പൈശാചിക ശക്തികൾക്ക് എന്നെ ഇനി ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്റെ രോഗങ്ങൾക്ക് എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ ഡിമോണിക് ഇറിറ്റേഷനുകൾ വീടുകൾക്കകത്ത് നിന്നും മാറിപ്പോകുന്നു. ശുശ്രൂഷകന്മാരുടെ കണ്ണ് എല്ലായിടത്തും വേണം. ഹല്ലേലൂയ. ഈ അന്തരീക്ഷത്തിൽ എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമം നിമിത്തം ഞാൻ വിളിക്കുന്ന നാമത്തിന്റെ പ്രത്യേകത യേശുവിന്റെ നാമമാണ്. ആ നാമം നിമിത്തം എന്നെ നീതി പാതകളിൽ അവൻ നടത്തും. ചർച്ചന്റെ കൂടെ ചേർന്ന് പറ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല. അതിന്റെ കാര്യം ഒരുത്തൻ എന്റെ കൂടെ ഇരിക്കുന്നു. ഞാൻ ഈ ദൂത് പറയുമ്പോൾ ആരാ ഈ ദൂതനാമൻ പറയുന്നേ? കാണാൻ നിൽക്കരുത്. ഞാൻ ആവർത്തിച്ച് പ്രവചിക്കുന്നു, വെൽക്കം ടു ദ സിറ്റി ഓഫ് അനോയിനിങ്, വെൽക്കം ടു ദ ലാൻഡ് ഓഫ് അനോയിനിങ്. ഇൻ ക്രൈസ്റ്റ് കുടുംബങ്ങൾ റെഡി ആയിക്കോ. ഒരു പുതിയ സീസൺ തുടങ്ങുകയാണ്. ഒരു പുതിയ ഷിഫ്റ്റ് നടക്കുകയാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല. നീ എന്റെ കൂടെ ഇരിക്കുന്നല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത വാക്ക് ധൈര്യത്തോടെ പറവനെ, എന്റെ ശത്രുക്കൾ കാണുക. നിന്റെ തല കുനിയണമെന്ന് ആഗ്രഹിച്ചവർ കാണുക. നീ ഈ സീസണിൽ കാട്ടുപോത്തിന്റെ കൊമ്പിനെ പോലെ നിന്റെ തലയെ ഉയർത്തിപ്പിടിക്കും. ഇത് തീയാണല്ലോ, ഇത് തീയാണല്ലോ, ഇത് തീയാണല്ലോ. എനിക്കറിയാം ഈ അന്തരീക്ഷം വേറൊരു നിലയിലേക്ക് പോകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നത്. ആരെങ്കിലുമൊക്കെ പറ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. ഹല്ലേലൂയ. എന്റെ ശത്രുക്കൾ കാണുക, അവൻ എനിക്ക് ഒരു മേശ ഒരുക്കും. ദൈവത്തിന്റെ ടേബിളിൽ കയറിയിരിക്കാൻ റെഡിയായിക്കോ. ഹല്ലേലൂയ. അടുത്ത വാക്കാരായിന്ന് പകൽ പറയുന്നത്, അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ.
ഈ പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഫിസിക്കലി ഞാൻ എണ്ണ തേക്കുന്നതിന് മുമ്പേ സ്പിരിറ്റ് തലത്തിൽ നിന്നും ചില എണ്ണകൾ ചിലതിന്റെ തലയിൽ വീഴും. ഹല്ലേലൂയ. സ്പിരിറ്റ് തലത്തിൽ നിന്നും ചില എണ്ണകൾ ചിലതിന്റെ തലയിൽ വീഴും. എണ്ണ വീണാൽ എന്ത് സംഭവിക്കും? ആരാ എന്റെ കൂടെ ആമേൻ പറയുന്നേ? ഇന്നലകളിൽ നീ നന്മയുടെ പുറകിൽ നടന്നു, ഇന്നലകളിൽ അല്പം കിട്ടുമെന്ന് പറഞ്ഞ് നീ നടന്നു. പക്ഷെ നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ അനുഗമിക്കുന്ന ഒരു സീസൺ. ആമേൻ. ഞാൻ ഈ ദൂത് പറയുന്നത് ആമേൻ പറയണമേ. തലയിലെ എണ്ണയും വീട്ടിലെ പാനപാത്രവും തമ്മിൽ ബന്ധമുണ്ട്. നാളിതുവരെ നിന്റെ പാനപാത്രങ്ങൾ ആമേൻ നിറഞ്ഞു കവിയാത്ത പാനപാത്രമാണെങ്കിൽ നിന്റെ തലയിൽ എന്നെണ്ണ വീഴുമോ അന്ന് നിന്റെ കലവറയിലെ പാത്രങ്ങൾ നിറയും. എന്നേക്കുമായി ദാരിദ്ര്യങ്ങളെ പടിയിറക്കി വിടും. ഇതൊരു സാധാരണ അഭിഷേകമല്ല. വായ്കൾ തുറക്കാൻ പറ്റുന്നവർ വായ്കൾ തുറന്നോണം. വിളിച്ച യേശുവേ, ദേശം കേൾക്കട്ടെ. യേശുവേ, 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 നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും. പറ, എന്നെ പിന്തുടരും. നീ പറ, നന്മകളോട് പറ, മര്യാദയ്ക്ക് എൻ്റെ പുറകെ നടന്നോണം. ഹല്ലേലൂയ. അനുഗ്രഹങ്ങളോട് പറ, എനിക്കതിൻ്റെ പുറകെ നടക്കാൻ സമയമില്ല. കാര്യം എനിക്ക് ദൈവത്തിൻ്റെ അസൈൻമെന്റുകൾ ചെയ്യണം. ഹല്ലേലൂയ. എനിക്ക് ദൈവത്തിൻ്റെ പുറകെ നടക്കണം. എൻ്റെ പുറകിൽ നന്മകൾ വരണം. ഞാൻ യഹോവയുടെ ആലയത്തിൽ, ബാക്കി പറ, ദീർഘകാലം പറ, ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുന്നു. എന്റെ നന്മയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. ദൈവം ഒരുത്തനെ അനുഗ്രഹിച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് നിന്റെ തലമുറകളിൽ കൂടെ ഞാൻ നിനക്ക് കാണിച്ചു തരും. ജീസസ്, ജീസസ്, നിന്റെ തലമുറയിൽ കൂടെ ഞാൻ നിനക്ക് കാണിച്ചു തരും. ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ച്. ഓ സന്നിധി മുഴങ്ങാലിൽ വായ്കൾ തുറന്ന് ഞാൻ പിന്തിരുമ്പേനെ. സന്നിധിയിൽ മുഴങ്ങാലിൽ നിന്ന്. വെൽക്കം ടു ദ അറ്റ്മോസ്ഫിയർ ഓഫ് റിവൈവൽ. ഹല്ലേലൂയ. ഒരു പ്രവാചക അഭിഷേകത്തിൽ നിന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്, വെൽക്കം ടു ദ സിറ്റി ഓഫ് അനോയിന്റിംഗ്. ദൈവം സ്ഥിതി മാറ്റാൻ പോവുക മക്കളെ. ഈ സീസണിൽ ചിലതിന് ഇതിനകത്ത് കിട്ടണം. ഈ സീസണിൽ ഇതിനകത്ത് നിൽക്കണം ചിലത്. ഈ സീസണിൽ നിന്നെ ഇതിനകത്ത് വേണം. സന്നിധിയിൽ മുഴങ്ങാലിൽ
സങ്കീർത്തനം വായിക്കാത്ത ഒരാളും ഇവിടെ ഇരിപ്പില്ല. പക്ഷെ എന്താ ഇന്ന് 23-ാം സങ്കീർത്തനത്തിന് ഒരു പുതിയ ജീവൻ എന്നറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ആമേൻ. റിവൈവലിന്റെ അന്തരീക്ഷത്തിൽ ഈ അക്ഷരങ്ങൾക്ക് ജീവൻ വെക്കും. റിവൈവലിന്റെ അറ്റ്മോസ്ഫിയറിൽ ഈ എണ്ണയ്ക്ക് ജീവൻ വെക്കും. റിവൈവലിന്റെ അറ്റ്മോസ്ഫിയറിൽ ഈ ഓവർഫ്ലോയ്ക്ക് ജീവൻ വെക്കും. ചത്ത സഭയ്ക്കകത്ത് ഇത് വായിച്ചാൽ ഒന്നും നടക്കത്തില്ല. പക്ഷെ ടെൻഡർ ഹാർട്ടുള്ള വചനത്തെ സ്വീകരിക്കാൻ മനസ്സുള്ളവന്റെ മുമ്പിൽ ഈ രാവിലെ ഞാൻ ആവർത്തിച്ച് പ്രവചിക്കുന്നു. ഒരു ഇടയ അഭിഷേകത്തിൽ നിന്നും, ഒരു അപ്പോസ്തോലിക് അനോയിന്റിംഗിൽ നിന്നും ഞാൻ ചർച്ചിനോട് പറയുന്നു, 23-ാം സങ്കീർത്തനവും നീയും നിന്റെ കുടുംബവും നിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഈ സീസണിൽ കണക്ട് ആകോ. സീസൺ ഓഫ് ഓവർഫ്ലോ, a new season of blessing. A new season of blessing, a new season of revival. കൈകൾ തുറന്ന് വചനത്തിന് മാത്രമല്ല മോനെ, നീ കേട്ട ഓരോ വാഗ്ദത്തങ്ങൾക്കും ജീവൻ വയ്ക്കും. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമല്ല, സേവിച്ചിടും ഞാൻ എൻ സർവ്വവുമാ, ആടിയനീതാ. അനുഭവിക്കുന്ന കാഴ്ച, നമ്മൾ ഈ ഓയിൽ ഇതുവരെ കൈവച്ചിട്ടില്ല. പക്ഷെ ആരുടെയോ മേത്ത് പകരപ്പെടേണ്ട ഓയിലിന്റെ മേൽ ദൈവം കൈവച്ച് കഴിഞ്ഞു. പുതിയ എണ്ണ തേപ്പിക്കും. ഞാൻ നിന്നെ പുതിയ എണ്ണ തേപ്പിക്കും. ഞാൻ നിന്നെ പുതിയ എണ്ണ തേപ്പിക്കും. ഞാൻ നിന്നെ പുതിയ എണ്ണ തേപ്പിക്കും. പുതിയ എണ്ണ സേവിക്കും.
ഒരു വലിയ സീസൺ ഷിഫ്റ്റ് നടക്കും. ചാത്തന്നൂരിലെ ഒരുപാട് സഭായോഗങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് മക്കൾ. പക്ഷെ ഇന്നത്തെ സഭായോഗം വ്യത്യസ്തം. ഞാൻ മനഃപൂർവ്വം ചിലരോട് പറഞ്ഞു പോവരുതെന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കുക ഞാൻ പറഞ്ഞു. എനിക്കറിയാം, എനിക്ക് സീസണുകളെ അറിയാം. എനിക്കറിയാം ദൈവം ചലിക്കുന്ന ദിവസങ്ങൾ എനിക്കറിയാം. ദൈവം മൂവ് ചെയ്യുന്ന സമയങ്ങൾ എനിക്കറിയാം. നിന്റെ തല കുനിയത്തില്ല. പറഞ്ഞ ശത്രുക്കളുടെ മധ്യേ ഒരു ടേബിൾ നിനക്ക് വലിച്ചിട്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വാക്ക് ഈ സീസണിൽ നീ മറക്കരുത്. ഒരു മേശ, പറഞ്ഞ മേശ. The table, for a table. Oh. ഞാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് പുറകോട്ട് മാറാൻ പറ്റത്തില്ല. ഇന്റൻസ് പ്രസൻസ്, തീവ്രമായ ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ചില കുഞ്ഞുങ്ങളെ മൂടട്ടെ. കഴിഞ്ഞ 2 ദിവസം ഞാൻ പ്രസംഗിച്ച വാക്കുകൾ ഒന്നുകൂടെ ആവർത്തിക്കാം. നിന്റെ പേഴ്സണൽ അറ്റ്മോസ്ഫിയർ ഒരു റിവൈവലിന്റെ അറ്റ്മോസ്ഫിയർ ആയി മാറട്ടെ. നിന്റെ സ്വകാര്യമായ അന്തരീക്ഷം, നിന്റെ പേഴ്സണൽ അറ്റ്മോസ്ഫിയർ ഒരു റിവൈവലിന്റെ അറ്റ്മോസ്ഫിയർ ആയി മാറും. ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞാനൊരു കാര്യം പറയുന്നു. ഒരു പുതിയ സീസൺ ദൈവം നിങ്ങളുടെ ലൈഫിൽ തുറക്കും. ചില മിനിറ്റുകൾ ഇരുന്നു, ചില മിനിറ്റുകൾ നിങ്ങൾ ആ സ്ഥലത്ത് ഇരിക്കുക. ആരെയും ഡിസ്റ്റർബ് ചെയ്യരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തിരിക്കുന്നയാൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ഒരു പക്ഷേ അദ്ദേഹത്തിൽ സംഭവിച്ചെന്നിരിക്കാം. കാര്യം ഇതങ്ങനെ ഒരു അന്തരീക്ഷമാണ്, എന്തും സംഭവിക്കുന്ന അന്തരീക്ഷങ്ങൾ. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? സാധാരണ സഭായോഗത്തിൽ ഇരിക്കുന്ന പോലെ ഇന്ന് ഇവിടെ ഇരിക്കരുത്.
പ്രാർത്ഥിച്ചേ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവരെ പകർന്നു. ആവർത്തിച്ച് 3-4 മാസമായി നാം കേൾക്കുന്ന വാക്കാണ് വീണ്ടും പെന്തക്കോസ്റ്റ്, വീണ്ടും ആത്മപകർച്ചകൾ, വീണ്ടും ഉണർവുകൾ. തീ പിടിച്ച ഒരു തലമുറ, ഉണർവിന് വേണ്ടി നിൽക്കുന്ന ഒരു തലമുറ, വ്യക്തിപരമായ അജണ്ടകളില്ലാത്ത തലമുറ, അഭിഷേകത്തിന് ചലിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ശരീരങ്ങൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഇന്ന് രാവിലെ പാസ്റ്റർ റോബിൻ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ 1 മണിക്കൂറോളം ഞാൻ പായിലിരുന്ന് പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, എനിക്ക് നിന്റെ ഹൃദയം വേണം. I need your heart. എൻ്റെ ഹൃദയത്തെ നിനക്ക് തിരിക്കാൻ പറ്റുന്ന ഹൃദയമായിരിക്കണം. എനിക്ക് വേറൊന്നും വേണ്ട ഈ സീസണിൽ. നീ പറഞ്ഞാൽ കേൾക്കുന്നൊരു ഹൃദയം എനിക്ക് തരണം. നീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മനസ്സെനിക്ക് തരണം. എനിക്ക് വേറെ ഒരാളുടെയും ഭാഷ അറിഞ്ഞില്ലെങ്കിലും എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ അറിയണം. എനിക്ക് വേറെ ഒരു ലാംഗ്വേജ് മനസ്സിലായില്ലെങ്കിലും ദൈവാത്മാവിൻ്റെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലാക്കാം. വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഇന്ന് രാവിലെ. നീ വടക്കോട്ട് പോകാൻ പറഞ്ഞാൽ വടക്കോട്ട് പോകുന്നു, നീ തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ തെക്കോട്ട് പോകുന്നു, നീ പോണ്ടെന്ന് പറയുമ്പോൾ അകത്ത് കയറിയിരിക്കുന്നു. ഹല്ലേലൂയ. നീ വിടാത്ത സ്ഥലങ്ങളിൽ എനിക്ക് പോകണ്ട എന്ന് പറയുന്നു. എനിക്ക് മറുതലിക്കുന്ന ഹൃദയം വേണ്ട. ഒത്തിരി പേരുടെ അഭിഷേകം പ്രയോജനപ്പെടുന്നില്ല. കാര്യം അനുസരണമില്ലാത്തടത്ത് അഭിഷേകം എംപ്റ്റി ആയിരിക്കും. അനുസരിക്കാത്തവന്റെ അഭിഷേകത്തിന് പ്രയോജനമില്ല. ശൗലിന് അഭിഷേകം ഉണ്ടായിരുന്നു, പക്ഷെ ശൗലിന്റെ അഭിഷേകം പ്രയോജനപ്പെട്ടില്ല. കാര്യം മത്സരിക്കുന്ന അഭിഷേകമാണത്. ഗേഹസിക്ക് അഭിഷേകം ഉണ്ടായിരുന്നു, പക്ഷെ ഗേഹസിയുടെ അഭിഷേകം പ്രയോജനപ്പെട്ടില്ല. കാര്യം മത്സരിക്കുന്ന അഭിഷേകമാണ്. മത്സരികൾ എംപ്റ്റി ആയിരിക്കും. പക്ഷെ ആരെയോ ഈ ദിവസങ്ങൾ എൻ്റെ ദൈവം തീ പിടിക്കട്ടെ. ദിനവും ഉമ്മോട് ചേർത്ത്, ദിനവും ഉമ്മാവിൽ സാய்ந்து, ദിനവും ഉമ്മോട് ചേർന്ന്, ദിനവും ഉമ്മാവിൽ സാய்ந்து, വിലക முடியாத அன்பே உயிரே என்னே சுராஜா, പിരിയാ കഴിയില്ല എനിക്ക് പ്രിയനേ എന്നെ സുരാജാ. സ്നേഹിക്കുന്നേ 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 യേശുവേ, ഓ സ്നേഹിക്കുന്നേ 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 യേശുവേ. ചില വാക്കുകൾ പറഞ്ഞ്
പ്രാർത്ഥിക്കാം. തിരുവചനത്തിൽ എണ്ണ അല്ലെങ്കിൽ എണ്ണ പൂശിയുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു ദൈവശാസ്ത്രമുണ്ട്. അതിൻ്റെ പുറകിലൊരു ഡോക്ട്രിനുണ്ട്. അതിൻ്റെ പുറകിലൊരു തിയോളജിയുണ്ട്. ഹല്ലേലൂയ. രണ്ട് മൂന്ന് വാക്യങ്ങൾ നിങ്ങൾക്ക് എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങൾക്കത് നിങ്ങളുടെ പേഴ്സണലി ഞാൻ പറഞ്ഞിട്ട് വേറെ ആർക്കും ഇന്നത് കൊടുക്കരുത്. ഇന്നത്തെ എല്ലാം നിങ്ങൾ വ്യക്തിപരമായി പ്രാപിച്ചോണം. വേറെ ആർക്കും ഇത് വിട്ടുകൊടുക്കരുത്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ കിടക്കുന്നൊരു വാക്യമുണ്ട്. നിങ്ങളിൽ ഒരാൾ ദീനമായി കിടന്നാൽ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എണ്ണ പ്ലസ് യേശുവിൻ്റെ നാമം പ്ലസ് പ്രാർത്ഥന, പിന്നെ സൂപ്പർ നാച്ചുറലാണ്. ആമേൻ. എന്തിനാ ഞാൻ ഈ വാക്യം ആരംഭത്തിൽ വായിച്ചെന്ന് ചോദിച്ചാൽ, അസാധാരണമായ ഹീലിങ്ങുകൾ ഇതിനകത്ത് നടക്കാൻ പോവുക. സൂപ്പർ നാച്ചുറൽ, നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത രോഗസൗഖ്യങ്ങൾ ഇതിനകത്ത് എൻ്റെ ദൈവം തുറക്കാൻ പോവുക. വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞോണം. 92-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ചില വാക്കുകൾ ഞാൻ വായിക്കുകയാണ്. കാര്യം 92-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ഇതെല്ലാം നിങ്ങൾക്ക് പിടിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോളാം. എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പിനെ പോലെ ഉയർത്തും. അതിൻ്റെ കാരണം പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. പറഞ്ഞ് പുതിയ, എല്ലാവരും പറഞ്ഞ പുതിയ എണ്ണ എന്നെ തേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 11-ന്റെ ഞാൻ നിന്റെ മുമ്പിൽ കേൾക്കുന്ന കൽപ്പനകൾ ജാഗ്രതയോടെ അനുസരിച്ചാൽ ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിന്മഴയും, ഹല്ലേലൂയ, ഇതെല്ലാം ഇന്ന് രാവിലെ ഒന്ന് പറഞ്ഞ് ചിലരൊക്കെ ഓയിൽ ശേഖരിക്കുന്ന സീസണുകളാണ്. ചിലരൊക്കെ ഓയിൽ അന്വേഷിച്ചു വരുന്ന സമയങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടോ? ആമേൻ. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, വെൽക്കം. ആമേൻ. അഭിഷേകത്തിൻ്റെ പട്ടണത്തിലേക്ക് സ്വാഗതം. ഹല്ലേലൂയ. ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് പുതിയ എണ്ണ തരും. ചേർന്ന് പറഞ്ഞേ, പുതിയ എണ്ണ തരും. ഹല്ലേലൂയ. എനിക്കതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്. അതിന്ന് പകൽ ചിലരുടെ മേൽ സംഭവിക്കുന്ന വാക്യമായത് അതുകൂടെ വായിക്കാം. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം. ആമേൻ. ഹോശയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 21, 22 അടുത്ത മിനിറ്റുകളിലൂടെ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. ഹോശയ പ്രവാചകന്റെ പുസ്തകം 2. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ദൈവം എങ്ങനെ ഉത്തരമരുളുന്നത്? ദൈവത്തിൻ്റെ ഉത്തരമരുളുന്ന രീതി പറയുകയാണ്. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും, അത് ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. ഹല്ലേലൂയ. അത് ഇസ്രായേലിന് ഉത്തരം കൊടുക്കും. ദൈവത്തിൻ്റെ രീതികൾ ഇങ്ങനെയാണ്. ദൈവം ഭൂമിയിലല്ല ഡോറ് തുറക്കുന്നത്. ദൈവം തുറക്കുന്ന ഡോറുകളെല്ലാം സ്വർഗത്തിലാണ്. ദൈവത്തിൻ്റെ ഡോറുകൾ സ്വർഗത്തിൽ വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം ഭൂമിയിലെ ഒരു മനുഷ്യനും അത് അടയ്ക്കാൻ പറ്റാത്തതാകൊണ്ടാണ്
ദൈവത്തിന്റെ ഡോറുകൾ അവൻ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് വെച്ചിരിക്കുന്നത്. ആ ഡോറുകൾക്ക് നമ്മുടെ ചർച്ച് വിളിക്കുന്ന പേരാണ് പോർട്ടലുകൾ. പറഞ്ഞേ പോർട്ടലുകൾ. ആരെങ്കിലും പറഞ്ഞേ പോർട്ടൽസ്. വായിക തുറന്നു പറ പോർട്ടൽസ്. ചില പോർട്ടലുകൾക്ക് ഇന്ന് പകൽ ദൈവം ഉത്തരം കൊടുക്കും. ചില വീടുകളെ നോക്കിയിട്ട് ദൈവം പറയുന്നു, പ്രാർത്ഥനയ്ക്ക് മറുപടിയായി, പ്രാർത്ഥനകൾക്ക് മറുപടിയായി. നിന്റെ പ്രാർത്ഥനകളുടെ മറുപടികൾ എങ്ങനെ വെളിപ്പെടുത്തുന്നേ? എൻ്റെ ദൈവം ആകാശത്തിന് ഉത്തരം കൊടുക്കും. എന്നിട്ട് എൻ്റെ ദൈവം പറയും, ഇന്ന പഞ്ചായത്തിലെ ഇത്രാമത്തെ വീടിന്റെ ഇത്രാമത്തെ വാർഡിലെ ആ വീടിനകത്തോട്ട് പോയി പറയണം, ആകാശത്ത് നിന്നും ആമേൻ, ആകാശം ആ ഭൂമിക്ക്, നിന്റെ 3 സെന്റ് ഭൂമിക്ക് ആകാശം ഉത്തരം കൊടുക്കും. ഭൂമി ഉത്തരം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആ ഭൂമിക്കകത്ത് നിന്നും ധാന്യം വരും, എണ്ണ വരും. നിന്റെ കേഴ്സ്ഡ് ലാൻഡുകൾ, നിന്റെ ശപിക്കപ്പെട്ട സ്ഥലങ്ങൾ, ഇന്ന് പകൽ ഈ അന്തരീക്ഷത്തിൽ ഇതെല്ലാം പ്രവചനത്തിന്റെ അന്തരീക്ഷമായതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. ചില കിണറുകളോട് ഇന്ന് പകൽ സ്വർഗത്തിന്റെ ഉത്തരം വരും. ചില അടഞ്ഞുപോയ ഉറവകളോട് ഇന്ന് പകൽ എൻ്റെ ദൈവം പറയും, ഉറവേ പൊങ്ങ്. ദൈവം വിളിച്ചാൽ പൊങ്ങാത്ത ഉറവ ഏതാ? ദൈവം വിളിച്ചാൽ വരാത്ത ആഴി ഏതാ? ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ഇന്ന് രാവിലെ ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചിലരോട് പ്രവചിക്കുന്നു, മനുഷ്യൻ അടച്ച ചില വാതിലുകൾക്ക് നടുവിൽ എൻ്റെ ദൈവത്തിന്റെ പോർട്ടലുകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ആർക്കും കൊടുക്കരുത്, ഒരാൾക്കും കൊടുക്കരുത്. ഈ ദൂതുകൾ മുഴുവൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും സ്വകാര്യമായി പിടിച്ചോണം. ആമേൻ. ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയത് രോഗങ്ങൾ സൗഖ്യമാകും, പൈശാചിക നുകങ്ങൾ പൊളിയും, പിശാചുക്കൾ ഇന്ന് പകൽ വിട്ടുപോകും. കാണാൻ ആരും നിൽക്കല്ലേ, കാണാൻ ആരും നിൽക്കല്ലേ. കാണാൻ നിൽക്കുന്നവരൊക്കെ ഇറക്കി വിടും ഞാൻ ഇതിനകത്തുനിന്ന്. കാര്യം ഇത് കരഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാപിച്ച് ഒരു അഭിഷേകത്തിന്റെ പകർച്ച നടക്കുന്ന മണിക്കൂറുകളാണ്. ഹല്ലേലൂയ. കരഞ്ഞ് പ്രാർത്ഥിച്ച് പ്രാപിച്ച ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ജനത്തിന്റെ മേൽ പകരുന്ന മണിക്കൂറുകളാണ്. ദുരാത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകും. നിന്റെ ആരോഗ്യത്തെ തടഞ്ഞത്, നിന്റെ ഭൂമിയുടെ കൃഷിഫലങ്ങളെ തടഞ്ഞത്, നിന്റെ അധ്വാനങ്ങളെ എടുത്തു കളഞ്ഞത്, ഹല്ലേലൂയ, നിന്റെ കാലിന് ചങ്ങലയിട്ടത് എല്ലാം ഇന്ന് പകൽ പൊളിയും. പൊളിഞ്ഞേ പറ്റത്തുള്ളൂ. ശുശ്രൂഷിക്കാൻ സഹോദരിമാർ തയ്യാറായിക്കോ? അവനൊന്ന് പകൽ ആകാശത്തിന് ഉത്തരം കൊടുക്കും. ആകാശം ഭൂമിക്ക് ഉത്തരം കൊടുക്കും. അതിന്റെ അർത്ഥം സ്വർഗം പറയാതെ ആകാശം തുറക്കത്തില്ല. സ്വർഗം പറയാതെ ആകാശം തുറക്കത്തില്ല. ആകാശം പറയാതെ ഭൂമി തുറക്കത്തില്ല. ഭൂമി പറയാതെ എണ്ണ വെളിപ്പെടത്തില്ല. ഇതിന്റെ എല്ലാം സോഴ്സ് യഹോവയാണ്. അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞത്, യഹോവ എന്റെ ഇടയനാകുന്നു. ഇതാ വെളിപ്പാട്, ഇതാ വെളിപ്പാട്. എന്താ എന്റെ വീട്ടിൽ എണ്ണ? എന്താ എന്റെ വീട്ടിൽ സ്വസ്ഥത? എന്താ എന്റെ വീട്ടിൽ സമാധാനം? എന്താ എന്റെ വീട്ടിൽ ദൈവകൃപ? The Lord is my shepherd. Oh,
എന്നുമുള്ളത് നല്ലവനല്ലോ സ്തുതി എന്നുമാവ് യഹോവ നല്ലവനല്ലോ സ്തുതി എന്നുമുള്ളത് യഹോവ നല്ലവനല്ലോ സ്തുതി എന്നുമ ഓ യഹോവ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് യഹോവ നല്ലവനല്ലോ സ്തുതി എന്നുമവന് യഹോവ നല്ലവനല്ലോ ദയ എന്നുമുള്ളത് യഹോവ നല്ലവനല്ലോ സ്തുതി ജീസസ് എല്ലാ വായ്കൾ തുറന്ന് അഭിഷേകത്തിന്റെ പുഷ്ടി ചില നുകങ്ങളെ പൊട്ടിച്ചു കളയും. പുഷ്ടി നിമിത്തം ചില നുകങ്ങൾ പൊളിയും. ഇന്ന് പകൽ ഞാൻ പറയുന്നത് നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രമല്ല, ആ പ്രശ്നത്തിന്റെ പുറകിൽ നിന്ന പിശാചുണ്ടല്ലോ, അത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഇളകിപ്പോകും. ആരും കാണാൻ നിൽക്കരുത്, ആരും കാണാൻ. ഈ അന്തരീക്ഷം തികച്ചും വ്യത്യസ്തമാണ്. സഹോദരി പുറകോട്ടുണ്ടോ, പുറകോട്ടുണ്ടോ, പുറകോട്ടുണ്ടോ? കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഒത്തിരി നാൾ മറഞ്ഞിരുന്ന നന്മകളെ കവർന്ന്, ആരോഗ്യങ്ങളെ കവർന്ന്, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സിനു, ദൈവം എങ്ങനെ നന്മകൾ തരുന്നത് അറിയാമോ? ഞാൻ ആകാശത്തിന് ഉത്തരം വരളും, ആകാശം ഭൂമിക്ക് ഉത്തരം വരളും, ഭൂമി നിന്റെ വസ്തുവിന് ഉത്തരം വരളും, നിന്റെ വസ്തു നിന്റെ വീട്ടിൽ കിടക്കുന്ന വിത്തുകൾക്ക് ഉത്തരം വരളും. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ രീതികൾ. ഇന്ന് പകൽ ഞാൻ പറയാം, നിന്റെ 2 സെന്റ് വീട്ടിന്റെ തെങ്ങിന് പോലും സ്വർഗത്തിന്റെ ബഹുത്വം വെളിപ്പെടും. ആ വാക്കുകൾ എൻ്റെ കൂടെ ചേർന്ന് വായിക്കാമോ? ഹോശേയ 2:21. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും. വിശ്വസിക്കുക, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിശ്വസിക്കുക, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി. ആരാ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും? നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി. സ്വർഗം എങ്ങനെ ഉത്തരം പറയുന്നറിയാമോ? യഹോവയുടെ രീതിയുണ്ട്. ഞാൻ ആകാശത്തിന് ഉത്തരം പറയണം. ദൈവം ഉത്തരം തരുന്നത് പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് പറഞ്ഞിട്ടല്ല. ദൈവം ഉത്തരം പറയുന്നത് നിന്റെ വീട്ടിലെ അമ്മാച്ചനോട് പറഞ്ഞിട്ടല്ല. നിന്റെ ഉപ്പാപ്പൻ വഴിയല്ല ദൈവം നിനക്ക് വീട് തുറക്കുന്നത്, വാതിലുകൾ തുറക്കുന്നത്. സ്വർഗം ആകാശത്തിന് ഉത്തരം പറയണം. ആമേൻ. നോഹയ്ക്ക് വേണ്ടി മഴ പെയ്യിക്കാൻ ദൈവം ആകാശത്തിന് ഉത്തരം കൊടുത്തത്. ആകാശത്തിന് ഉത്തരം കൊടുത്തപ്പോഴാണ് ആഴിയുടെ ഉറവകൾ തുറക്കാൻ തുടങ്ങിയത്. ഇന്ന് രാവിലെ ആരോടോ ദൈവം പറയുന്നു, നിന്റെ വിഷയത്തിൽ എൻ്റെ ദൈവം ചില പോർട്ടലുകളോട് പറയും, തുറക്ക. തലമുറകളായി അടഞ്ഞു കിടന്ന ആ വീടിന്റെ മേൽ ആ നന്മകൾ തുറക്ക. നിന്റെ അപ്പൻ അനുഭവിച്ചിട്ടില്ല, നിന്റെ വല്യപ്പൻ അനുഭവിച്ചിട്ടില്ല, നിന്റെ മക്കൾ അനുഭവിച്ചിട്ടില്ല, നീ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഈ നവംബർ 23 നീ നോട്ട് ചെയ്യുക. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരുന്നതിൻ്റെ കാര്യം എനിക്ക് ജോലി ഉള്ളതല്ല, എനിക്ക് ബാങ്കിൽ ബാലൻസ് ഉള്ളതല്ല, മറിച്ച് എൻ്റെ ദൈവം ആകാശത്തോട് പറഞ്ഞിട്ടുണ്ട്.
അമ്മയെ ഞാനാ കണ്ണടച്ച് ഉമ്മയെ ഞാൻ നേസിപ്പേൻ. ഉമ്മയെ ഞാൻ നേസിപ്പേൻ. നാം പിന്തിരുമ്പേ സന്നിധിയിൽ മുഴങ്കാലിൽ നിന്നു പാതയിൽ നാം നടന്നിട്ടു ഇന്നാൾ തുമ്പമേ വന്നാലും ഞാൻ പിന്തിരുമ്പേ. പറഞ്ഞ ആകാശത്തിന് ഉത്തരമല്ലോ പറഞ്ഞു. ഇത് ദൈവത്തിന്റെ രീതിയാണ്. ആകാശം തുറന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ആമേൻ. ഇതിനകത്തൊരു ദൈവവചനത്തിന്റെ ഉപദേശമുണ്ട്. ഇതിനകത്തൊരു പ്രവചനത്തിന്റെ ശബ്ദമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തൊരു തിയോളജി ഉണ്ട്, ഇതിനകത്തൊരു ഡോക്ട്രിൻ ഉണ്ട്, ഇതിനകത്തൊരു ദൈവശാസ്ത്രമുണ്ട്, ഇതിനകത്തൊരു ഉപദേശമുണ്ട്, ഇതിനകത്തൊരു പ്രവചനത്തിന്റെ മൂവുണ്ട്. ഇതൊരു പ്രൊഫറ്റിക്കൽ ആക്ഷനാണ്. പറഞ്ഞ പ്രൊഫറ്റിക്കൽ ആക്ഷനാണ്. തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് എണ്ണയെ എന്തിനെയാണ് കാണിക്കുന്നത്? എണ്ണയെ കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. പറഞ്ഞ എണ്ണയെ കാണിക്കുന്നത് രണ്ട്, എണ്ണ കാണിക്കുന്നത് ദൈവ സാന്നിധ്യത്തെയാണ്. എന്തോ അതാ പറഞ്ഞ, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും നീ എൻ്റെ കൂടെ ഇരിക്കുന്നു. ഇതെങ്ങനെയാ നീ അറിഞ്ഞത്? എൻ്റെ തലയിൽ എണ്ണ കിടക്കുന്നു. ഇതെങ്ങനെയാ നീ അറിഞ്ഞത്? നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞത്? The oil in my heart. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ചില വാക്കുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം. 3, എണ്ണ ദൈവത്തിൻ്റെ ശക്തിയെ കാണിക്കുന്നു. 4, എണ്ണ സൗഖ്യത്തെ കാണിക്കുന്നു. ഇതൊക്കെ ആരെ പിടിക്കുന്നതെന്ന് അറിയത്തില്ല. 5, എണ്ണ ദൈവിക കരുതലുകളെ കാണിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോണം. അടുത്തത്, എണ്ണ നിന്റെ മേലുള്ള വിളിയെയും നിന്റെ മേലുള്ള നിയോഗത്തെയും കാണിക്കുന്നു. നിന്റെ മേലുള്ള വിളിയെയും നിന്റെ മേലുള്ള നിയോഗത്തെയും കാണിക്കുന്നു. ഹല്ലേലൂയ. അടുത്തത്, എണ്ണ നിന്റെ വീട്ടിലെ സന്തോഷത്തെയും നിന്റെ വീട്ടിലെ സമാധാനത്തെയും കാണിക്കുന്നു. ആരോ ചോദിക്കുന്നു, ബ്രദർ ഇത് പുതിയ ഉപദേശമാണോ? അല്ല. ആമേൻ. ഇത് വേദപുസ്തകത്തിന്റെ ഉപദേശമാണ്. ഇത് ദൈവശാസ്ത്രമാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഇത് സന്തോഷത്തെ കാണിക്കുന്നു, ഇത് സമാധാനത്തെ കാണിക്കുന്നു. ചേർന്ന് ഹല്ലേലൂയ പറയാമോ? അടുത്തത്, ഇത് ദൈവിക സംരക്ഷണത്തെ കാണിക്കുന്നു. ആമേൻ. ആടുകളുടെ മേൽ എണ്ണ പൂശും. ആമേൻ. ഇടയൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകുന്ന ആടിന്റെ മേൽ എണ്ണ പൂശി വിടും. എന്തിനാ പൂശി വിടുന്നറിയാമോ? ഇസ്രായേലിന്റെ കുറ്റിക്കാട്ടിൽ പതിയിരിക്കുന്ന പാമ്പുകൾക്ക് അതിനെ തൊടാൻ അനുവദിക്കാതെ എണ്ണയുടെ സുഗന്ധമടിക്കുമ്പോൾ ക്ഷുദ്രജീവികൾ വിട്ടുപോകും. ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ മരണകരമായ യാതൊന്നും നിന്നെ തൊടാൻ അനുവദിക്കാതെ വിജയെ ഇന്ന് നീ പ്രാർത്ഥിച്ച ദൂതിന്റെ ശക്തി ഏറ്റെടുക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ നാമം വിളിക്കുന്നെങ്കിൽ ഉറക്ക വിളിക്കണം. നിന്റെ വീടിന്റെ മേൽ പുതിയ ദൂതന്മാർ അസൈൻഡ് ആകും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. മോനെ, ഇത് സൗഖ്യത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഏതാ ഇതിനെ പിടിച്ചെന്ന് എനിക്കറിയത്തില്ല. അടുത്തത് ഇത് അനുഗ്രഹത്തെ കാണിക്കുന്നു. പറഞ്ഞേ, അനുഗ്രഹത്തെ കാണിക്കുന്നു. ഉറക്കെ പറ, അനുഗ്രഹത്തെ കാണിക്കുന്നു. ഒരുവന്റെ വീട്ടിൽ വീഞ്ഞുണ്ടെങ്കിൽ, ഒരുവന്റെ മേൽ എണ്ണയുണ്ടെങ്കിൽ, മേജർ ഡെലിവറൻസ് അവിടെ നടക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് നിങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. ഇതെല്ലാം ഇതിനകത്ത്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഇതിനകത്ത് ചിലർക്ക് ശുശ്രൂഷ ആമേൻ വെളിപ്പെടുന്ന മണിക്കൂറുകളായി. ഹല്ലേലൂയ. കണ്ണടച്ച് പ്രാർത്ഥിച്ചോ, വായ്കൾ തുറന്ന് പ്രാർത്ഥിച്ചോ. ഓരോരുത്തരെ അങ്ങ് പുറകോട്ട് കൊണ്ടുപോക്കണം. കൈവച്ച് ശാസിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു കൊണ്ടുവരണം. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാരും കൂടെ തയ്യാറായിക്കോ. പീറ്റർ പാസ്റ്ററും ആമേൻ, ബിനോയ് പാസ്റ്ററും ആമേൻ, 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 ബിജു പാസ്റ്ററും ഒക്കെ തയ്യാറായിക്കോ. എണ്ണ അനുഗ്രഹത്തെ കാണിക്കുന്നു. അതാ ചോദിച്ചത്, നിന്റെ വീട്ടിൽ എന്തോ ഉണ്ട്. കടക്കാരൻ പിടിച്ചു കൊണ്ടുപോകാൻ നിന്ന വിധവയുടെ വീട്ടിൽ വന്ന് പ്രവാചകൻ ചോദിക്കുന്നത്, എന്താ നിന്റെ വീട്ടിലുള്ളത്? ഒരു ഭരണി മതി. അത് മോളെ, അതൊരു വർധനവിന്റെ പകർച്ചയാണ്. ഇന്ന് രാവിലെ നിന്റെ കയ്യിലിരിക്കുന്ന ചെറിയതിനെ എനിക്ക് നിങ്ങളോട് ദൂതുണ്ട്. ഞാൻ വരാം അങ്ങോട്ട്. എനിക്ക് നിങ്ങളോട് ദൂതുണ്ട്. ശുശ്രൂഷകന്മാരോട് എനിക്ക് ദൂതുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാരോട് ഇന്ന് എനിക്ക് ദൂതുണ്ട്. ഹല്ലേലൂയ. ഈ എണ്ണ ഇന്ന് പകൽ മറ്റൊരു കാര്യം ഇവിടെ ചെയ്യും. അസാധാരണമായ സൗഖ്യങ്ങൾ, നിന്റെ ശരീരത്തിനും മനസ്സിനുമേറ്റ മുറിവുകളെ ഇന്ന് പകൽ എണ്ണ പൂശി, ഹല്ലേലൂയ, നിന്റെ ഓർമ്മകളുടെ പുറകിൽ കിടക്കുന്ന 25-30 വർഷങ്ങൾക്ക് പുറകിൽ നിനക്ക് പറ്റിയ പരാജയത്തിന്റെ മെമ്മറീസ് ഇല്ലേ, അതിന് ഇന്ന് പകൽ എൻ്റെ യേശു എണ്ണ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം പറഞ്ഞു, ത്വക്ക് രോഗങ്ങളെ യേശു സൗഖ്യമാക്കും. സ്കിൻ ഡിസീസ് യേശുവിന്റെ നാമത്തിൽ, വെള്ളപ്പാണ്ടുകൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ആമേൻ, ഈ വട് പൊങ്ങി വരുന്നത് പോലെ ചൊറിഞ്ഞ് പൊങ്ങുന്ന ത്വക്കുകളെ ഇന്ന് പകൽ യേശു സൗഖ്യമാകട്ടെ. വിശ്വസിക്കാൻ ആരാ ഇതിനകത്തുള്ള ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഞാൻ ഇതൂത് പറയുമ്പോൾ മാരകമായ വേദനകൾ ഇപ്പോൾ ദൈവം സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചു. മാരകമായ വേദന, അത് തലവേദനയാകാം, ചെവി വേദനയാകാം, പല്ലുവേദനയാകാം, ആമേൻ, മുട്ടുവേദനയാകാം, നടുവേദനയാകാം. ഈ പകലിന്റെ യേശുവിന്റെ സൗഖ്യം ഇതിനകത്ത് വ്യാപരിക്കുന്നു. എണ്ണ പ്ലസ് യേശുവിന്റെ നാമം പ്ലസ് പ്രാർത്ഥന, ഇത് മൂന്നും കൂടെ കയറി കഴിഞ്ഞാൽ ഈ നാച്ചുറൽ എണ്ണ സൂപ്പർ നാച്ചുറൽ ആക്സസുകൾ നിനക്ക് തരും. ആമേൻ. ഇതെല്ലാം ഇതിന്റെ മേൽ ഞാൻ പ്രവചിച്ചിടുക. ഇതെല്ലാം ഞാൻ ഇതിന്റെ മേൽ പ്രവചിച്ചിടുക. എന്നിട്ട് ഇതാണ് ചിലതിന്റെ മേൽ ഇന്ന് പകൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഞാൻ അടുത്ത വാക്ക് പറയുമ്പോൾ ചിലതൊക്കെ ഇവിടെ സംഭവിക്കും. പ്രാർത്ഥിച്ചോണം. ആമേൻ. സഹോദരിമാർ റെഡി ആയിക്കോണം, സഹോദരന്മാർ റെഡി ആയിക്കോണം. ഈ എണ്ണ രോഗത്തെ മാത്രമല്ല ആമേൻ പൊട്ടിക്കുന്നത്, ആമേൻ, ആ രോഗത്തിന്റെ പുറകിലെ കാരണങ്ങള്, സ്കാനിനകത്ത് കാണാൻ പറ്റാത്തത്, MRIക്കകത്ത് വെളിപ്പെടാൻ പറ്റാത്തത്, നിന്റെ പ്രശ്നങ്ങളെ മാത്രമല്ല. അതാ പാസ്റ്റർ നിങ്ങൾ പറഞ്ഞത്, അവൻ കാൽക്കുലേറ്റർ അല്ല, ഈസ് ദ ലൈഫ്, അവൻ ജീവനാണ്. ഓ, നിന്റെ വീട്ടിലെ കാരണങ്ങൾ നീ അന്വേഷിച്ചില്ലേ? എന്താ എനിക്ക് ഇങ്ങനെ പറ്റിയേ? എന്താ എൻ്റെ തലമുറയ്ക്ക് ഇങ്ങനെ പറ്റിയേ? എന്താ ഞാൻ ഇങ്ങനെ അനുഭവിക്കുന്നേ? എന്താ ഞാൻ ഇങ്ങനെയൊക്കെ കയറിപ്പോകുന്നേ? ഇന്ന് രാവിലെ എനിക്ക് ദൂതുണ്ട്. നീ പ്രൊഫറ്റിക്കൽ ആക്ഷനെ വിശ്വസിക്കാൻ തയ്യാറായ ഈ എണ്ണ ഇന്ന് പകൽ വേറൊരു മേഖലയിൽ കയറി ചലിക്കും. നിന്റെ വീടിനകത്ത് നിനക്കും ഡോക്ടേഴ്സിനും മന്ത്രവാദിക്കും ആഭിചാരകനും പ്രവാചകനും മനസ്സിലാകാത്ത കാരണങ്ങളെ ഇന്ന് പകൽ എൻ്റെ ദൈവം പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ
എന്റെ കൂടെ ചേർന്നാമേൻ പറ. എന്റെ കൂടെ ചേർന്നാമേൻ പറ. യേശുവിന്റെ നാമം. ഓ ജോർജ, ഈ മീറ്റിംഗ് നിങ്ങൾക്കൊരു വിടുതലാണ്. സോഫിയ സിസ്റ്ററെ, നിങ്ങൾക്ക് ഈ മീറ്റിംഗ് ഒരു വിടുതലാണ്. സെലിനാൻഡിയെ, ഈ മീറ്റിംഗ് നിങ്ങൾക്കൊരു വിടുതലാണ്. ജോസ്നെ, നിങ്ങൾക്ക് ഈ മീറ്റിംഗ് ഒരു വലിയ വിടുതലാണ്. കാരണങ്ങളെ പൊട്ടിക്കും. പറ, കാരണങ്ങളെ പൊട്ടിക്കും. സിനുവേ, കാരണം നിനക്കറിയാമോ? നിനക്ക് കാരണം അറിയത്തില്ല. വിജയം പറട്ട, കാരണം അറിയാമോ? പക്ഷെ കാരണങ്ങളെ എൻ്റെ ദൈവം ഇന്ന് പകൽ നോണ്ടിയെടുക്കും. ഹല്ലേലൂയ, ആമേൻ. കാര്യം, അഭിഷേകത്തിനൊരു പ്രത്യേകതയുണ്ട്. അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം, ബാക്കി പറ, മുഖങ്ങൾ തകരും. ആരാ എൻ്റെ കൂടെ പറയുന്ന? മുഖങ്ങൾ തകരും. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറയുമ്പോൾ അടുത്തത് പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രാപിച്ചോണം. രോഗം കാരണം, ശാപം കാരണം നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയ പലതും തിരിച്ചു വരും. ഭൂമി ബഹളം വെച്ച് ദൈവത്തെ ആരാധിക്കണം. രോഗം കാരണം, ശാപങ്ങൾ കാരണം നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു വരും. രോഗം കാരണം നഷ്ടപ്പെട്ട മണി, എല്ലാ ആഴ്ചയും 4 ഡയാലിസിസ്, 25,000 രൂപ. നോ, ഇറ്റ് വിൽ കം ബാക്ക്. രോഗം കാരണം, ശാപം കാരണം നിനക്ക് നഷ്ടമായി പോയ ആരോഗ്യം തിരിച്ചു വരും. പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്ക്. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം മടങ്ങി വരും. നിനക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം. എടാ, എന്നും ICUവിന്റെ മുമ്പിൽ കുത്തിയിരുന്നാൽ എന്തോ സമാധാനമാടാ. എന്നും ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഇരുന്ന എന്തോ സ്വസ്ഥതയാ മോളെ. എന്നും ആംബുലൻസിന്റെ ശബ്ദം കേട്ടാൽ എന്ത് സന്തോഷമാ. ഹല്ലേലൂയ. പിടിക്കാമെങ്കിൽ പിടിച്ചോ. ഈ പകർച്ചയിൽ പച്ചപ്പുഴുവും തുള്ളനും വെട്ടിലും തിന്നുകളഞ്ഞ നിന്റെ വർഷങ്ങളെ നീ തിരിച്ചു പിടിക്കും. തിരിച്ചു പിടിക്കൂ. തിരിച്ചു പിടിക്കൂ. നിന്റെ ഉറക്കമില്ലാത്ത രാത്രികളെ തിരിച്ചു പിടിക്കും. നിന്റെ സ്ലീപ്ലെസ് നൈറ്റുകൾ തിരിച്ചു പിടിക്കും. നിന്റെ കോൺഫിഡൻസ് തിരിച്ചു പിടിക്കും. ഹല്ലേലൂയ. തെറ്റിദ്ധരിക്കരുത്. ഒരു എല്ലാവരും നടത്തുന്ന പോലെ ഒരു ചടങ്ങ് നടത്താനല്ല ഇവിടെ ഓയിൽ അനോയിന്റിങ് വെച്ചത്. ഹല്ലേലൂയ. വേറെ സഭായോഗത്തെ തള്ളി നീക്കാൻ വേണ്ടി അല്ല ഇവിടെ പകർച്ച നടക്കുന്നത്. ദൈവം എന്നോട് പറഞ്ഞതാണ്, ഞാൻ ചിലതിനെ തിരിക്കാൻ പോകുന്നു. മക്കളെ, കോൺഫിഡൻസ് തിരിച്ചു വരുവാടാ. തിരിച്ചു വരും അഭിയ മോളെ. നിനക്ക് ആളുകളെ അഡ്രസ് ചെയ്യാൻ ധൈര്യമില്ലല്ലേ? 10 പേര് നിന്നെ നോക്കുമ്പോ നിനക്ക് പേടിയാവുന്നല്ലേ? സോഷ്യൽ മീഡിയയിലെ ന്യൂസ് കാണുമ്പോൾ നിനക്ക് പേടിയാവുന്നല്ലേ? ഈ സീസൺ വേറെ. ശ്രീജെ, നീ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ നീ ആമേൻ പറയോ? പറയോ? നീ മനുഷ്യ, നീ തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞ ആമേൻ പറയോ? രോഗം കാരണം, ശാപം കാരണം നഷ്ടപ്പെട്ടതെല്ലാം കാര്യമുണ്ട്. വീട്ടിലെ സ്വസ്ഥത തിരിച്ചു പിടിക്കുക. എന്നും ICUവിന്റെ മുമ്പിൽ ഇരുന്ന ഷാജി പാസ്റ്റർ സന്തോഷമാണോ? എന്നും വെന്റിലേറ്ററിന്റെ മരുന്ന് നീ എടുത്തുകൊണ്ട് കൊടുത്ത സന്തോഷമാണോ? കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചനും അമ്മച്ചിയും ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. കഴുത്തിൽ
വലിയ വെച്ചുകെട്ടാണ്. അമ്മ ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ചോദിച്ചു, എന്താ അമ്മ എവിടെ പോയിട്ട്? ഡയാലിസിസ് ആണ്. ഞാൻ എത്ര ഡയാലിസിസ്? ഒരാഴ്ചയിൽ 3 ഡയാലിസിസ്. എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു, ആരാ തരുന്നേ? ആരാ തരുന്നേ? മക്കളാരെങ്കിലും ഉണ്ടോ? എനിക്ക് മക്കളില്ല, പിന്നെ ആര് തരും? നാട്ടുകാർ പിരിവെടുത്ത് തരും. എവരി 3 ഡേ. തിങ്കളാഴ്ച ഡയാലിസിസ് കഴിഞ്ഞാൽ അടുത്ത ബുധനാഴ്ച ഡയാലിസിസ് വേണം. തിങ്കളാഴ്ച ഡയാലിസിസ് പോകുമ്പോ സന്തോഷമുണ്ട്, തിരിച്ചു വരുമ്പോൾ ചൊവ്വാഴ്ചത്തെ സന്തോഷം എന്താണെന്നറിയാം മോനെ? ഇനി ബുധനാഴ്ച പൈസ എവിടെ നിന്ന് കിട്ടും? എന്റെ ഉറക്കമില്ലാത്ത രാത്രികൾ തിരിച്ചു വരും. നിന്റെ സ്ലീപ്ലെസ് നൈറ്റ് ഉണ്ടല്ലോ, നിന്റെ ഉറക്കമില്ലാത്ത രാത്രികൾ തിരിച്ചു വരും. നിന്റെ വീട്ടിൽ നടന്ന ദുരിതങ്ങൾ കാരണവും ദുരന്തങ്ങൾ കാരണവും നിനക്ക് നഷ്ടപ്പെട്ടു പോയ ഉറക്കം ഉണ്ടല്ലോ, നീ തിരിച്ചു പിടിക്കും. കാര്യം ഇസ്രായേലിന്റെ പരിപാലകൻ, അവൻ മയങ്ങാത്തവൻ, ഉറക്കം തൂങ്ങാത്തവൻ. ചേർന്ന് ആരെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ച് ഇതെല്ലാം ഇന്ന് പകൽ പറഞ്ഞിട്ടാണ് പ്രാർത്ഥന നടക്കുന്നത്. ആരെങ്കിലും ഒക്കെ ഹല്ലേലൂയ പറഞ്ഞേ. നിന്റെ ആത്മവിശ്വാസങ്ങളെ നീ തിരിച്ചു പിടിക്കും. പറഞ്ഞ അഭിഷേകം നുകങ്ങളെ തകർക്കും. ആരെങ്കിലും ഒക്കെ നോക്കിയിട്ട് പറ, അഭിഷേകം നുകങ്ങളെ തകർക്കും. ഹല്ലേലൂയ. ഞാൻ ഈ ദൂത് പറയുന്നതിന് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ. ആമേൻ. ഹല്ലേലൂയ. ഒരാൾ വന്നേ, ആമേൻ, നിന്റെ മുമ്പിൽ ഡോക്ടർമാർ പറയുമ്പോൾ രോഗമുണ്ട്, നിനക്ക് നടുവേദനയാണ്, അല്ലെങ്കിൽ എന്തൊരു പ്രശ്നമുണ്ട്, ആമേൻ, പല രോഗങ്ങളിൽ കൂടെ നീ കിടക്കുന്നു. വിസിബിളായ പലതും നിന്റെ ശരീരത്തിൽ ഞങ്ങൾ കാണുന്നു. പക്ഷേ ആ വിസിബിൾ ആയതിന്റെ പുറകിൽ ഒരു ഇൻവിസിബിൾ ടൈ കിടപ്പുണ്ട്. ഒരു ഇൻവിസിബിൾ ടൈ നിന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് വിസിബിളി പലതും നിനക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കുടുംബം തകരുന്നത്? എന്തുകൊണ്ടാണ് ഭർത്താവ്, ആമേൻ, ഹല്ലേലൂയ, നഷ്ടപ്പെട്ടു പോകുന്നത്? എന്തുകൊണ്ടാണ് നിനക്ക് മാറി മാറി അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്? ഒരു ഇൻവിസിബിൾ സാധനം കിടപ്പുണ്ട്. അത് ഡോക്ടർമാർക്ക് മനസ്സിലാകത്തില്ല. ആമേൻ. അത് എൻഡോസ്കോപ്പി ചെയ്ത പിടികിട്ടത്തില്ല ലിബ് ഡോക്ടർ. ഹല്ലേലൂയ. ആ ഇൻവിസിബിൾ മേഖലകൾക്കകത്തേക്ക് അനോയിന്റിംഗ് ഇന്ന് പകൽ ചലിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ദൂത് നീ വിശ്വസിക്കണം. ചില ഇൻവിസിബിൾ ആയ മേഖലകൾക്കകത്തേക്ക് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ചലനങ്ങൾ നടക്കും. നിന്റെ ആ മേഖലയെ ദൈവം പൊട്ടിച്ചു കഴിഞ്ഞാൽ നിന്റെ വിസിബിൾ മേഖലയിലെല്ലാം അനുഗ്രഹങ്ങൾ മാത്രമായിരിക്കും. അനുഗ്രഹമല്ലാത്തതൊന്നും എന്നെ വീട്ടിൽ കാണത്തില്ല മോനെ. ഇത് പകൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കണം. ഈ എണ്ണ ഇന്ന് പകൽ വീടിനകത്ത് സ്വസ്ഥതകളെ കൊണ്ടുവരും. ഈ എണ്ണ ഇന്ന് പകൽ വീടിനകത്ത് സമാധാനങ്ങളെ തിരിച്ചു കൊണ്ടുവരൂ. ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ പറയുന്നു, ദേശത്തിന്റെ, ഭവനത്തിന്റെ, വ്യക്തിപരമായ അന്തരീക്ഷങ്ങളെ യേശുവിന്റെ നാമത്തിൽ എണ്ണ തിരിക്കും. ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞേ. വിളിച്ചേ, യേശുവിന്റെ നാമത്തിൽ വിളിച്ചേ. എന്റെ കൂടെ ചേർന്ന് വിളിച്ചു പറയുക. ആമേൻ. അഭിഷേകം പറഞ്ഞ അഭിഷേകം നുകങ്ങളെ തകർക്കും. പറഞ്ഞ അഭിഷേകം നുകങ്ങളെ തകർക്കും. അത് മാത്രമല്ല ചെയ്യുന്നത്, പൈശാചിക ശക്തികൾ തകർത്ത് ഛിന്ന ഭിന്നമാക്കി ശിഥിലമാക്കിയതിനെ അഭിഷേകം തിരിച്ചു പിടിക്കും. ഇത് രണ്ടും ഒരേ രീതിയിൽ ഇന്ന് പകൽ ഇതിനകത്ത് നടക്കും. ഒന്ന്, അഭിഷേകം നുകങ്ങളെ തകർക്കുമ്പോൾ അതേ സമയത്ത് പൈശാചിക ശക്തികൾ തകർത്ത ചില ജീവിതങ്ങളെ അവൻ തിരിച്ച് റെസ്റ്റോർ ചെയ്യും. നിങ്ങൾക്ക് ദൈവാത്മാവിൽ ചലിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. ആരോടോ പറയുന്നു, നിന്റെ ഭയങ്ങൾ സന്തോഷമായി മാറും. പ്രാപിക്കാമെങ്കിൽ പ്രാപിച്ചേ. നിന്റെ വൈകാരിക തലങ്ങൾക്കകത്ത്, ഇമോഷനകത്തൊരു അനോയിന്റിങ് വീഴും. ആമേൻ. നിന്റെ വികാരങ്ങൾക്ക് അഭിഷേകം ലഭിച്ചാൽ പിന്നെ ഡിപ്രഷൻ നിന്റെ വീട്ടിൽ കാണത്തില്ല, ആങ്സൈറ്റി നിന്റെ വീട്ടിൽ കാണത്തില്ല, ഫിയർ നിന്റെ വീട്ടിൽ കാണത്തില്ല. യേശുവിന്റെ നാമത്തിൽ നിന്റെ വികാരങ്ങളുടെ മേൽ ഈ പകൽ അഭിഷേകം വ്യാപരിക്കട്ടെ.
ഇത് സാധാരണ ദിവസമല്ലേ? എന്റെ കൂടെ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ന്യൂ ഓയിൽ. അടുത്ത 10 മിനിറ്റ് കൂടെ ഞാൻ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. പറഞ്ഞേ പുതിയ എണ്ണ. പറഞ്ഞേ പുതിയ എണ്ണ. പുതിയ എണ്ണ എന്ന് പറഞ്ഞാൽ പുതിയ സീസൺ. ശുശ്രൂഷകന്മാരോട് ഞാൻ അവിടെ നിന്ന് ദൂത് പറയാം. ഗെറ്റ് റെഡി ഫോർ എ ന്യൂ സീസൺ. ഹല്ലേലൂയ. രാജ്യങ്ങൾക്കൊരു വിളക്കാകാൻ, ഭൂഖണ്ഡങ്ങൾക്കൊരു വിളക്കാകാൻ, നിന്റെ പേര് ഒതുങ്ങിപ്പോകാതിരിക്കുന്ന ഒരു പുതിയ സീസൺ, നിന്റെ പേര് പ്രസിദ്ധമാകുന്ന ഒരു പുതിയ സീസൺ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ചിലതിനോട് പറയുന്നു, കഴിഞ്ഞ സീസണുകളിൽ അഭിഷേകത്തിന് വേണ്ടി നിന്ന കാരണത്താൽ നിനക്ക് നഷ്ടപ്പെട്ടതല്ല, അഭിഷേകമുള്ള കാരണത്താൽ നിന്റെ മേൽ തിരിച്ചു വരും. ആരാ ഇന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നേ? ആമേൻ. ഒന്നുകൂടെ ഞാൻ പറയാം. റൈസൺ തോമസിന്റെ കൂടെ നിന്ന കാരണത്താൽ നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, റൈസൺ തോമസിന്റെ കൂടെ നിൽക്കുന്ന കാരണത്താൽ നിന്റെ ജീവിതത്തിൽ ചിലത് തിരിച്ചു വരുമെന്ന് ഇന്ന് ഞാൻ പ്രവചിക്കുക. പ്രാപിക്കുക. ആരെങ്കിലുമൊക്കെ പ്രാപിക്കട്ടെന്ന്, ആരെങ്കിലുമൊക്കെ പ്രാപിക്കട്ടെ. ഇത് സാധാരണ സമയമല്ല. എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. സീസണുകൾ മിസ്സാകാതിരിക്കാൻ, ചേർന്ന് നിൽക്കാൻ ചിലതിനോട് ഒരു അപ്പോസ്തോലിക അതോറിറ്റിയിൽ നിന്ന് ഞാൻ പ്രവചിക്കുക. ചേർന്ന് വിളിച്ച് യേശുവേ, വിളിച്ച് യേശുവേ. സ്റ്റേജ് പോകുമ്പോലും, പ്രോഗ്രാം പോകുമ്പോലും, എടാ അഭിഷേകമല്ലടാ പ്രോഗ്രാം തരുന്നേ, അഭിഷേകമല്ലയോടാ രാജ്യങ്ങൾ തരുന്നേ. ചേർന്നൊരു ഹല്ലേലൂയ പറ. ഞാൻ ആവർത്തിക്കുന്നു, അഭിഷക്തന്മാരെ റെഡി ആയിക്കോ. നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാകുന്ന സീസൺ, പച്ചപ്പുഴുവും തുള്ളനും തിന്നുകളഞ്ഞ വർഷങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരും. ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, നിങ്ങളുടെ ചക്ക എണ്ണ കൊണ്ട് നിറയും, നിങ്ങളുടെ പാത്രങ്ങളിൽ വീഞ്ഞ് നിറഞ്ഞ് ഒഴിയും. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചേ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കും. അടുത്ത ഒരു 3 മിനിറ്റൂടെ എനിക്ക് ദൈവദാസന്മാരോടും ലോകമെമ്പാടുമൊക്കെ എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാരോട് എനിക്ക് പറയാനൊരു ദൂതുണ്ട്. ഹല്ലേലൂയ. സീസൺ ഷിഫ്റ്റ് നടക്കും. പറഞ്ഞ് സീസൺ ഷിഫ്റ്റ് നടക്കും. ഈ സീസൺ ഷിഫ്റ്റിന്റെ ഭാഗമായിട്ട് ഹല്ലേലൂയ നിന്റെ സ്പിരിച്വൽ ഗിയറുകൾ മാറും. നിന്റെ ആത്മീക ഗിയറുകൾക്ക് വ്യത്യാസമുണ്ടാകും. സെക്കൻഡ് ഗിയറിൽ കിടക്കുന്ന നീ തേർഡ് ഗിയറിലേക്ക് പോകുക. ആമേൻ. നിന്റെ മൈലേജ് ബാധിക്കുന്ന ഗിയറുകളെ നീ ചേഞ്ച് ചെയ്യും. സിംപ്ലി ഓയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൂവ്. ഓയിൽ ഈസ് എ മൂവ്. ആരാ പിടിക്കുന്ന ഓയിൽ? ഇറ്റ്സ് എ മൂവ്. It's a move. ആരെങ്കിലും ഒക്കെ പറ, it's a move. Sure. It's a move. Oh Jesus. ഇത് മൂവാ. ഇത് മൂവാ. പറഞ്ഞേ മൂവ്. പറഞ്ഞേ മൂവ്. ഓയിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഒഴുക്ക, അതൊരു ഒഴുക്ക, അതൊരു ഒഴുക്ക. എന്റെ കൂടെ ഉണ്ടോ? അതൊരു ഒഴുക്ക. ഹല്ലേലൂയ. നിന്നോട് ഇന്ന് രാവിലെ ഞാൻ പ്രവചിക്കുകയാണ്, നീ കുരുങ്ങിക്കിടക്കുന്ന എല്ലാ ജംഗ്ഷനുകൾക്കകത്തുനിന്നും നീ പുറത്തു വരും. നീ കുരുങ്ങിക്കിടക്കുന്ന സകല ജംഗ്ഷനുകൾക്കകത്തുനിന്നും It's a move. പറ, ഇത് മൂവാ. ഇത് മൂവാ സ്വാതി. ഇത് മൂവാ. അവിടെ ഇരുന്നോ മോനെ, ഇതൊരു മൂവാണ്.
പറഞ്ഞ അഭിഷേകം ഒരു ഒഴുക്ക, പറഞ്ഞ എണ്ണ ഒരു ഒഴുക്ക. ഞാൻ ഇന്ന് പകൽ നിന്നോട് പ്രവചിക്കുകയാണ്, ശുശ്രൂഷകന്മാർ മാത്രം കേൾക്കുക. ഒരു ഗിയർ ചേഞ്ച് നടക്കാൻ പോകുന്നു. നിനക്കറിയാം നിന്റെ മേലൊരു പ്രൊഫറ്റിക്കൽ ഗിയർ ഉണ്ട്. നിനക്കറിയാം നിന്റെ മേലൊരു അപ്പോസ്റ്റോലിക് ഗിയർ ഉണ്ട്. നിനക്കറിയാം നിന്റെ മേൽ ആമേൻ ആമേൻ പ്രധാനപ്പെട്ട ചില ഗിയറുകളുണ്ട്. പക്ഷെ വീഴുന്നില്ല. പണ്ടത്തെ KSRTC ബസ് പോലെയാ. നിന്റെ വീട്ടുകാർ മൊത്തം കൂടെ പിടിച്ചിട്ടും വീഴുന്നില്ല. കാര്യം ഗിയറിനകത്ത് എണ്ണയില്ല. ഗിയറിനകത്തെണ്ണയില്ല. പക്ഷേ നിന്റെ നിയോഗങ്ങളുടെ ഗിയറുകൾക്കകത്തേക്ക് അടുത്ത എണ്ണ വീഴാൻ പോകുന്നു. ആമേൻ. നീയും നിന്റെ കുടുംബവും ഒരുമിച്ച് പിടിച്ചിട്ടിട്ട് വീഴാത്ത നിന്റെ നിയോഗങ്ങൾ സ്മൂത്ത് ആകാൻ പോകുന്നു. Are you ready, church? Are you ready, church? പ്രൊഫറ്റിക്കൽ ഗിയറിനകത്ത് എണ്ണ വീഴട്ടടാ. നിന്റെ പ്രവചനത്തിന്റെ ഗിയറില്ലേ, അത് സ്മൂത്ത് ആകണം. അത് സ്മൂത്ത് ആകണം. ആമേൻ. നിങ്ങളുടെ മേൽ കിടക്കുന്ന അപ്പോസ്റ്റോലിക് ഗിയറില്ലേ, അത് വീഴണം. എൻ്റെ കൂടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? നിന്റെ മേൽ കിടക്കുന്ന മിഷന്റെ ഗിയറുകളില്ലേ നിന്റെ, അത് വീഴുന്നില്ലെങ്കിൽ മക്കളെ ഹല്ലേലൂയ, എഞ്ചിൻ പണി വന്ന് കട്ടപ്പുറത്തിരിക്കുന്നതിന്റെ വാഗ്ദത്തങ്ങൾ ഇന്നത്തെ ഈ പകർച്ചയിൽ പുറത്തു വരും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്ന് അല്പസമയം വായ്കൾ തുറന്ന് ഗിയർ ചേഞ്ചുകൾ നടക്കുന്നു. ഗിയർ ചേഞ്ചുകൾ. ഈ കസേരകളെല്ലാം വോളണ്ടിയേഴ്സ് ഒന്ന് മാറ്റിയേ, ആ സൈഡുകളിലേക്ക് മാറ്റിയേ. ബൈബിളുകളെല്ലാം മാറ്റിയേ. ഇത് മൂവാണ്. പറഞ്ഞ മൂവാണ്. ഇറ്റ്സ് എ മൂവ്. ഇറ്റ്സ് എ മൂവ്. ഇതൊരു മൂവാണ്. എണ്ണ ഒഴുകുന്നെങ്കിൽ മൂവ്. ആമേൻ. പൂട്ട് തുറക്കാതെ അടക്കുമ്പോൾ നമ്മൾ എന്താ പറയും? ഇച്ചിരി എണ്ണ ഒഴിച്ചുകൂടെ അല്ലേ? അങ്ങനെയാണോ പറയുന്നത്? തുറക്കാൻ പറ്റാത്ത അങ്ങനെയല്ല നിൽക്കേണ്ടത്. നിങ്ങൾ നിൽക്കേണ്ടത് ഇങ്ങനെയല്ല. നിപ്പിന്റെ ക്രമീകരണം ഞാൻ പറയാം. ഇങ്ങനെ നിന്നും ഒന്നും നടക്കത്തില്ല. നിപ്പിന്റെ ക്രമീകരണം ഞാൻ പറയാം. ഹല്ലേലൂയ. ഇതൊരു മൂവാ കേട്ടോ. ഇതൊരു മൂവാ. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഞാൻ പറയാം. ഞാൻ ഇങ്ങനല്ല നിൽക്കുന്നേ. കസേര മാറ്റാൻ ഞാൻ പറഞ്ഞോളൂ. ബാക്കി ഞാൻ പറയാം. ഗിയറിനകത്ത് ഞാൻ കാണുകയാണോ തുരുമ്പ് പിടിച്ചു കിടക്കുന്ന നിയോഗങ്ങൾ, തുരുമ്പ് പിടിച്ചു കിടക്കുന്ന വാഗ്ദത്തങ്ങൾ. എണ്ണയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, ജീപ്പിന് ഗിയർ ബോക്സിനകത്ത് വെള്ളം ഇറങ്ങി, തുരുമ്പ് പിടിച്ചു. നമ്മൾ എന്താ ചെയ്തേ? ഗിയർ ബോക്സ് റീപ്ലേസ് ചെയ്തു. എന്നിട്ട് ആ കീടങ്ങളെല്ലാം മാറ്റി എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? വണ്ടി സ്റ്റാർട്ടായി. ഒരു വണ്ടിയുടെ എഞ്ചിൻ എത്ര പവർഫുൾ ആണെങ്കിലും, ആക്സിലറേറ്റർ എത്ര സ്മൂത്ത് ആണെങ്കിലും, അതിന്റെ വേഗത നിർണ്ണയിക്കുന്നത് ഗിയറുകളാണ്. ഗിയറുകളാണ്. നിന്റെ സ്പിരിച്വൽ ഗിയറുകൾക്ക് വ്യത്യാസം വരും. ആരാ ഇന്ന് പകൽ വിശ്വസിക്കുന്നത്? നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ഒച്ചിഴയുന്നത് പോലെ ഇഴയാനല്ല. എന്റെ കൂടെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇതൊക്കെ? ചുമ്മാ അല്പസമയം ദൈവസ്ഥാനത്ത് നിൽക്കുക. എണ്ണ വീഴട്ടെ, എണ്ണ വീഴട്ടെ. നിന്റെ ഫിനാൻഷ്യൽ മേഖലയുടെ ഗിയറിന്റെ മേൽ എണ്ണ വീഴട്ടെ. എങ്ങനെ നിൽക്കണ്ടെന്നറിയോ? നിനിതാ ഇവിടുന്ന് ലോങ് ലൈൻ നിർത്തണം. ഇങ്ങോട്ട് നോക്കി. ഓക്കെ,
ഒരു ലൈൻ അങ്ങേയറ്റം വരെ നിർത്തണം, ഒരു ലൈൻ ഇങ്ങേറ്റം ഇവിടെ നിന്ന് അങ്ങോട്ട് നിൽക്കണം. പ്രാർത്ഥിച്ച ആളുകൾ പുറകോട്ട് മാറണം, അവരെ പുറകോട്ട് മാറ്റണം. എന്നിട്ട് അടുത്ത ലൈൻ കയറി നിൽക്കണം. ഒരാളെ പോലും എനിക്ക് മിസ്സാകണ്ട. ഫേസ് ടു ഫേസ്, കൂട്ടത്തോടെ നിൽക്കരുത്. ഞാൻ ഫ്രണ്ട് ലൈനിൽ മാത്രമേ പ്രാർത്ഥിക്കത്തുള്ളൂ. വോളണ്ടിയേഴ്സ് എല്ലാം റെഡി ആകണം. ഈ ലൈൻ അങ്ങോട്ട് പോകണം, അങ്ങേറ്റം വരെ പോകണം, അങ്ങേറ്റം വരെ. ഈ ക്യാമറയുടെ ഇപ്പുറത്ത് നിൽക്കണം, ഈ ക്യാമറയുടെ ഇപ്പുറത്ത് നിർത്തണം. അവരെ പുറകോട്ട് നിർത്തും, കുറച്ചുകൂടെ പുറകോട്ട്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓ മക്കളെ, കുറച്ചുകൂടെ പുറകോട്ട്. എന്തിനാ ഇവിടെ ഗ്യാപ്പ് വേണം, ഇവിടെ ചിലതൊക്കെ സംഭവിക്കും. ഇവിടെ ചിലപ്പോൾ ചില ആളുകൾ ഈ കാർപ്പറ്റ് വേണമെങ്കിൽ മാറ്റിക്കോ, അല്ലെ കുഴപ്പമില്ല, ഇവിടെ കിടന്നോട്ടെ. ഹല്ലേലൂയ. മുഖങ്ങൾ തകരും, അത്ഭുതങ്ങൾ നടക്കും, വീര്യപ്രവർത്തി. അതങ്ങോട്ടങ്ങ് നിർത്തിക്കോ, അങ്ങോട്ടങ്ങ് നിർത്തിക്കോ. ഈ സഹോദരന്മാർ നിൽക്കുന്ന പോലെ അങ്ങ് നിർത്തിക്കോ, ഈ സഹോദരന്മാർ നിൽക്കുന്ന പോലെ സഹോദരിമാരെ കൊണ്ടങ്ങ് നിർത്തിക്കോ. അമ്മ, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ പുറകിൽ മിനിമം 2 പേർ നിൽക്കണം. സഹോദരന്മാർ 2 പേർ, ഞാൻ പ്രാർത്ഥിക്കുന്ന സഹോദരന്മാരുടെ പുറകിൽ നിൽക്കണം, സഹോദരിമാരുടെ പുറകിൽ നിൽക്കണം. ഹല്ലേലൂയ. എണ്ണയ്ക്കകത്ത് പകർച്ചകളുണ്ട്, പറഞ്ഞേ പകർച്ചകളുണ്ട്. ഇംപാർട്ടേഷൻസ് ഉണ്ട്, ചേർന്ന് പറഞ്ഞേ ഇംപാർട്ടേഷൻസ് ഉണ്ട്, പകർച്ചകളുണ്ട്. ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ഇന്ന് പകൽ വ്യക്തിപരമായി നിങ്ങൾ ക്ലെയിം ചെയ്യണം. ചേർന്ന് ഹല്ലേലൂയ പറയാമോ? പറഞ്ഞ എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, എണ്ണ ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു, എണ്ണ അനുഗ്രഹത്തെ കാണിക്കുന്നു, എണ്ണ പുതിയ സീസണിനെ കാണിക്കുന്നു, എണ്ണ സംരക്ഷണത്തെ കാണിക്കുന്നു, എണ്ണ വർധനവുകളെ കാണിക്കുന്നു, എണ്ണ അനുഗ്രഹങ്ങളെ കാണിക്കുന്നു. ഹല്ലേലൂയ. പ്രൊഫറ്റിക്കൽ മീനിങ് ഞാൻ പറഞ്ഞു. എണ്ണ ഹല്ലേലൂയ പുതിയ സീസണുകളെ തുറക്കും. പറഞ്ഞേ പുതിയ സീസണുകൾ. കഴിഞ്ഞ സീസണുകളിൽ നിനക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടോ അതെല്ലാം ഈ സീസണിൽ തിരിച്ചു വരും. ഒന്നുകൂടെ ഞാൻ പറയാം, ശാപങ്ങളും രോഗങ്ങളും കാരണം നിന്റെ വീട്ടിൽ നഷ്ടപ്പെട്ടതെല്ലാം നീ തിരിച്ചു പിടിക്കും. ആമേ. എൻ്റെ കൂടെ ഉണ്ടോ? രോഗം കാരണം നഷ്ടപ്പെട്ട സമാധാനം, രോഗം കാരണം നഷ്ടപ്പെട്ട സമ്പത്ത്, രോഗം കാരണം നഷ്ടപ്പെട്ടു പോയ സന്തോഷം, രോഗം കാരണം നഷ്ടപ്പെട്ടു പോയ ചിരി. എടാ, എന്നും ഭർത്താവിന് സ്പൂണിൽ ആഹാരം വാരി കൊടുത്തിട്ട് നിനക്കെങ്ങനെ ചിരിക്കാൻ പറ്റും? എന്നും ഭാര്യയുടെ നട്ടലിന് തിരുമിയിട്ട് നിനക്കെങ്ങനെ ചിരിക്കാൻ പറ്റും? നിന്റെ ചിരി മടങ്ങി വരും, നിന്റെ സന്തോഷം മടങ്ങി വരും. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഇതെല്ലാം തിരിച്ചു വരും. രോഗങ്ങൾ കാരണം 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളരെ സീരിയസ് ആണ്. അനോയിന്റിങ് എന്ന വിഷയത്തിൽ ഞാൻ വളരെ സീരിയസ് ആണ്. അവിടെ ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യും. സീസണുകളെ തിരിച്ചു പിടിക്കും. പറഞ്ഞ സീസണുകളെ തിരിച്ചു പിടിക്കും. ശുശ്രൂഷകന്മാരോട് ഞാൻ പറയുന്ന ഗിയർ ചേഞ്ചുകൾ നടക്കും. ഗിയർ ചേഞ്ചുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സിനു ബ്രദറെ, സജി പാസ്റ്റർ, നമുക്കറിയാം നമ്മുടെ വിളി ഇതല്ല, നമുക്ക് അടുത്തൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യണം. പക്ഷെ വീഴുന്നില്ല. എങ്ങനെയൊക്കെ പിടിച്ചിട്ട് കണ്ടിട്ടില്ലേ? ഞങ്ങളുടെ കൂടെ ഒരു ബസ് ഓടുമായിരുന്നു. ആ ബസ്സിനകത്ത് കിളിയും കണ്ടക്ടറും എല്ലാം കൂടെ പിടിച്ചാലും ഈ സാധനം പൊങ്ങി വരത്തില്ല. കാര്യം എന്തെന്നറിയാമോ? ആമേൻ, അതിനകത്ത് എണ്ണയില്ല. പക്ഷേ നിന്റെ നിയോഗങ്ങൾ സ്മൂത്ത് ആകും. എണ്ണ എന്ന് പറഞ്ഞൊരു ഒഴുക്ക. പറഞ്ഞൊരു ഒഴുക്ക. ഇതൊരു ഒഴുക്ക. ഹല്ലേലൂയ. നിന്റെ തലമേൽ നിന്നും ഇതിങ്ങനെ ഒഴുകി വരും. ആരാ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ സീസണിൽ എൻ്റെ മേൽ കിടക്കുന്ന പ്രത്യേക നിയോഗത്തിൽ നിന്ന് ഹല്ലേലൂയ. എനിക്കറിയാം ഇതിനകത്ത് കൈവെക്കാൻ എനിക്ക് പലരെ വിളിക്കണമെന്നുണ്ട്. പക്ഷേ ഇല്ല, ഇത് എൻ്റെ മേൽ കിടക്കുന്ന പ്രത്യേക നിയോഗത്തിൽ നിന്ന് ഇന്ന് പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഏത് അറ്റങ്ങളെയും വിശ്വസിക്കുന്നു, ദൈവാത്മാവിൻ്റെ ഏത് ചലനങ്ങളെയും വിശ്വസിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ നടക്കുന്ന മൂവ്മെന്റുകൾ ഈ ചാത്തന്നൂരിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുമെന്ന്, നാളുകളിൽ ഇത് ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന this is a city of anointing എന്ന്, this is a land of revival എന്നും അറിയപ്പെടത്തക്കവണ്ണം അഭിഷേകത്തിന്റെ അന്തരീക്ഷങ്ങൾ. ഓ, പ്രാർത്ഥിച്ചേ